നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്ന വീഡിയോ സീരീസിലെ 61ാമത്തെ വീഡിയോ ആണ് ഈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ആഴ്ചയും ചെയ്യുന്നത് പോലെ ഈ ആഴ്ചയും നിഫ്റ്റിയുടെ വീക്ക്ലി അനാലിസിസ് വ്യൂ ആണ് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്, കാരണം മാർക്കറ്റ് ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് വഴി നമ്മൾ മുമ്പോട്ട് നോക്കും. നല്ല സപ്പോർട്ട് റീജിയൻ, നല്ല റെസിസ്റ്റൻസ് റീജിയൻ എല്ലാം നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ കൂട്ടത്തിൽ മുമ്പോട്ട് വരുമ്പോഴുള്ള അടുത്ത ആഴ്ചയിലെ ന്യൂസും കൂടെ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും മുമ്പോട്ട് മാർക്കറ്റ് ഏത് രീതിയിൽ ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തീർച്ചയായിട്ടും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ നിഫ്റ്റിയുടെ മന്ത്ലി വ്യൂ ആണ് ഇവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഓരോ ക്യാൻഡിലും 1 മന്തിൻ്റെ മാർക്കറ്റിൻ്റെ നിഫ്റ്റിയുടെ പ്രൈസ് വേരിയേഷനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് 2022 ജനുവരി മാസത്തെ ക്യാൻഡിൽ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫോം ചെയ്ത് തീർന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ നമ്മളെ സൂചിപ്പിക്കുന്നത് നല്ലൊരു ബിയറിഷ് സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ്. മാർക്കറ്റിൽ പ്രൈസ് ബയ്യേഴ്സ് മുകളിൽ വരെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് പോയി എന്നിട്ടും അവിടെ നിന്ന് സെല്ലേഴ്സ് ഡോമിനൻസ് ആയിട്ട് തിരിച്ച് താഴോട്ട് കൊണ്ടുവന്നു. അതാണ് ഈ ഒരു ക്യാൻഡിൽ നമ്മളെ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കും മാർക്കറ്റിൽ നല്ലൊരു റെസിസ്റ്റൻസ് റീജിയൻ നമുക്ക് കാണാൻ സാധിക്കുന്ന 1 മന്തിൽ ഈ 18,600 റീജിയനാണ് മാർക്കറ്റിൻ്റെ ഓൾ ടൈം ഹൈ. അപ്പം അതുപോലെ തന്നെ നമുക്കിവിടെ സപ്പോർട്ട് റീജിയൻ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 16,450 റീജിയൻ, 16,450 റീജിയൻ, ഈ ഒരു റീജിയനാണ് നമുക്ക് മാർക്കറ്റിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റീജിയൻ. കൃത്യമായിട്ട് ഓർത്തിരിക്കുക, ഈ ഒരു റീജിയൻ അതാണ് നമ്മുടെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് റീജിയൻ ഇപ്പം കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റ് മന്ത്ലി വ്യൂവിൽ ഈ ഒരു ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത് നല്ലൊരു ബിയറിഷ് സെൻറ്റിമെൻറ്റ് തന്നെയാണ് കാണിക്കുന്നത്. കാരണം മാർക്കറ്റിൽ നല്ല രീതിയിൽ ഈ ജനുവരി മാസം നല്ലൊരു മൂവ്മെൻറ്റ് തരാൻ തുടങ്ങിയതാണ്. എന്നിട്ടും അവിടെ നിന്ന് സെല്ലിംഗ് പ്രഷർ വളരെ കൂടുതലാണെന്നാണ് ഈ ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് 1 വീക്കിലെ അനാലിസിസ് നടത്തി നോക്കാം. 1 വീക്കിലെ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് ഞാൻ ഇവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഓരോ ക്യാൻഡിലും ഓരോ വീക്കിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ നോക്കുക, കഴിഞ്ഞ ഒരു 4 ആഴ്ചകളായിട്ട് നല്ലൊരു മാർക്കറ്റിൽ പോസിറ്റീവ് മൊമെൻറ്റം തന്നിരുന്നു. അതിനുശേഷം ഈ ലാസ്റ്റ് കഴിഞ്ഞ ആഴ്ച നമുക്ക് കാണാൻ സാധിക്കും വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബിയറിഷ് ക്യാൻഡിൽ തന്നെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. നമ്മുടെ മാർക്കറ്റിൻ്റെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് നമുക്കൊരു മൂവ്മെൻറ്റ് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും മാർക്കറ്റ് വീണ്ടും ഒരു കറക്ഷനിലേക്ക് തന്നെയാണ് പോകാൻ ചാൻസ് എന്നാണ് നമുക്ക് വീക്ക്ലി വ്യൂവിലും നമുക്കൊരു കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീക്ക്ലിയിലും നമുക്ക് നല്ലൊരു ബിയറിഷ് സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ് കാണിക്കുന്നത്. മുമ്പോട്ടും വരുന്ന ആഴ്ചകളിലും ആ ഒരു ബിയറിഷ് സെൻറ്റിമെൻറ്റ്സ് മുമ്പോട്ടും ഉണ്ടാകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ ഇനി 1 ഡേ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിലേക്ക് ഒന്ന് പോകാം. 1 ഡേ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് ഞാനിവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് ഈ ഒരു റീജിയണിലായിരുന്നു നിന്നിരുന്നത്. ഈ 18,250 സംതിങ് റീജിയണിലായിരുന്നു. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞത് നമുക്ക് തീർച്ചയായിട്ടും ഇനി മുമ്പോട്ട് പോകുകയാണെങ്കിൽ സ്ട്രോങ് ആയിട്ടൊരു റെസിസ്റ്റൻസ് റീജിയൻ 18,350 എന്നാണ് പറഞ്ഞത്. എക്സാക്റ്റ് ആയിട്ട് 18,350 റീജിയണിൽ ടച്ച് ചെയ്ത് മാർക്കറ്റ് അതിമനോഹരമായിട്ട് താഴോട്ട് തന്നെയാണ് പോകുന്നത്. അതായത് നമ്മുടെ പ്രിഡിക്ഷൻ അനുസരിച്ച് തന്നെയാണ് പോകുന്നത്. തീർച്ചയായിട്ടും ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും പോർട്ട്ഫോളിയോയിൽ നെഗറ്റീവ് കാണാൻ സാധിച്ചു. എങ്കിലും സ്റ്റോക്സിൽ പക്ഷേ നമ്മുടെ അനാലിസിസ് വളരെ അതിമനോഹരമായിട്ട് അവിടെ ഒരു റെസിസ്റ്റൻസിനെ ടച്ച് ചെയ്ത് വീണ്ടും താഴോട്ട് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ താഴോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊരു റെസിസ്റ്റൻസ് റീജിയൻ പറഞ്ഞിരുന്നത് ഈ ഒരു 17,650 റീജിയനിലാണ് നമ്മളൊരു റെസിസ്റ്റൻസ് റീജിയൻ പറഞ്ഞത്. പക്ഷേ ആ ഒരു റെസിസ്റ്റൻസ് റീജിയൻ ബ്രേക്ക് ചെയ്ത് താഴോട്ടാണ് പോകുന്നത്. കുറച്ചും കൂടെ താഴോട്ട് വന്ന് 17,500 റീജിയനിലാണ് നല്ലൊരു സപ്പോർട്ട് എടുത്തത്. നമ്മൾ പറഞ്ഞിരുന്ന സപ്പോർട്ട് റീജിയൻ എന്ന് പറയുന്നത് 17,650 ആണ്. അപ്പം അവിടെ നിന്ന് അതിനേക്കാളും കുറച്ചും കൂടെ താഴെ വന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. ലാസ്റ്റ് ദിവസം ഫ്രൈഡേ ഇന്ന് ഫോം ചെയ്ത ക്യാൻഡിൽ കാണാൻ സാധിക്കും. ഈ ഒരു 17,500 റീജിയണിൽ വന്നിട്ട് അവിടെ ഒരു സപ്പോർട്ട് എടുത്തതായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഒരുപക്ഷേ ഇനി മുമ്പോട്ട് പോകുമ്പോൾ മാർക്കറ്റ് ഈ ഒരു രീതിയിൽ കുറച്ച് മുകളിലേക്ക് പെർഫോം ചെയ്തതിന് ശേഷം വീണ്ടും ഇത് താഴോട്ട് വീണ്ടും പോരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റീജിയൻ ബ്രേക്ക് ചെയ്യുകയാണ്, വീണ്ടും 17,500 റീജിയൻ ബ്രേക്ക് ചെയ്യുകയാണ്, താഴോട്ട് ക്ലോസിങ് തരുകയാണ് ക്യാൻഡിൽ എങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് വീണ്ടും താഴോട്ടൊരു മൂവ്മെൻറ്റ് തരാൻ ഉള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് പിന്നെ 16,450 റീജിയനാണ്. അപ്പം ഇവിടെ ഉണ്ടായ രീതിയിൽ തന്നെ വീണ്ടും താഴോട്ടൊരു മൂവ്മെൻറ്റ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതല്ല മാർക്കറ്റ് ഇനി മുകളിലേക്ക് പോകാനാണ് ചാൻസ് എങ്കിൽ ഒരുപക്ഷെ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു റീജിയനിൽ പോയി ടച്ച് ചെയ്ത് നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും ഈ ഒരു റീജിയൻ. അപ്പം ഇത് ബ്രേക്ക് ചെയ്ത് ഈ ഒരു റീജിയനും കൂടെ ബ്രേക്ക് ചെയ്ത് നല്ല ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും
ഈ 2 റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്ത് നല്ല ബുള്ളിഷ് ക്യാൻഡിൽസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ മാത്രമേ മാർക്കറ്റ് നമുക്കൊരു പോസിറ്റീവ് ഡയറക്ഷനിലുള്ള മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിൻ്റെ ഇപ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു മെയിൻ ട്രെൻഡ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഒരു സൈഡ് വേസ് റീജിയനിൽ മൂവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മുമ്പോട്ടുള്ള ആഴ്ചയിൽ നമുക്ക് കൃത്യമായിട്ട് കൂടുതലായിട്ട് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ ചെറിയൊരു മൂവ്മെൻറ്റ് തരാം, അതിനുശേഷം വീണ്ടും ഒരു കറക്ഷൻ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് എൻ്റെ അനാലിസിസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസ് നടത്തുക, സപ്പോർട്ട് റെസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ഡ്രോ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഡ്രോ ചെയ്ത് കൂടുതലായിട്ട് നമുക്ക് കൂടുതലായിട്ട് മുമ്പോട്ട് കുറേ നാളുകൾ കഴിയുമ്പോൾ സ്വന്തമായിട്ട് അനാലിസിസ് നടത്താനും ഏത് സ്റ്റോക്കിലാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ എൻട്രീസ് എടുക്കാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. വീഡിയോസ് ഉപകാരപ്രദമാകുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ബാക്കിയുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.